കൊല്ലത്ത് VM സുധീറിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ AI ഗ്രൂപ്പുകൾ. സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച ഐ ഗ്രൂപ്പിന്റെ സീറ്റ് തട്ടിയെടുത്തതിൽ കൊല്ലത്ത് ചേർന്ന ഐ ഗ്രൂപ്പ് യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. INTUCയും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചേക്കും. പ്രതിഷേധ സൂചകമായി കൊല്ലം UDF കൺവെൻഷനും ഉപേക്ഷിച്ചു. അഞ്ചാലുംമൂട്ടിൽ ബുക്ക് ചെയ്ത ഹാൾ ഐ ഗ്രൂപ്പ് ക്യാൻസൽ ചെയ്തു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഐ ഗ്രൂപ്പിന്റെ പക്കലുണ്ടായിരുന്ന കൊല്ലം പാർലമെന്റ് സീറ്റ് ഉമ്മൻചാണ്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി RSPക്ക് നൽകി. ഇപ്പോൾ VM സുധീറിന്റെ ഗ്രൂപ്പുകാരന് വേണ്ടി ഐ ഗ്രൂപ്പിന്റെ സീറ്റ് തട്ടിയെടുത്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഐ ഗ്രൂപ്പ് സ്വന്തം സ്ഥാനാർത്ഥിയായ പുന്തലമോഹനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല കൊല്ലം UDF കൺവെൻഷനും ഉപേക്ഷിച്ചു. അഞ്ചാലുമൂടിൽ ബുക്ക് ചെയ്ത ഹാള് ഐ ഗ്രൂപ്പ് ക്യാൻസൽ ചെയ്തു. ഇനിയെങ്കിലും ഈ പാർട്ടിയുടെ കണ്ണ് തുറക്കണം. എന്നെപ്പോലെ പ്രാദേശികമായിട്ട് ഉള്ള നേതാക്കന്മാരെ പ്രാദേശികമായിട്ട് നേതൃത്വത്തിൽ നിൽക്കുന്ന പലരെയും അംഗീകരിക്കുവാൻ പാർട്ടി തയ്യാറാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. പാർട്ടിയിൽ സ്ഥാനത്ത് ഞാൻ 75-ൽ KSUവിൻ്റെ അഞ്ചാലുമൂട് സ്കൂളിലെ ലീഡറായി, 78 കാലയളവിൽ പ്രാക്കളൻ സ്കൂളിലെ ലീഡറായി സ്പീക്കറാവുകയും ചെയ്തു. KSUവിൻ്റെ പാരമ്പര്യം മൂലം എനിക്ക് അവകാശപ്പെടാൻ പറ്റും. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയമമുള്ള സെക്രട്ടറിയായി. അപ്പോൾ മറ്റു പലർക്കും ചിലപ്പോൾ KSUവിൻ്റെ പാരമ്പര്യം മൂലം അവകാശപ്പെടാൻ പറ്റത്തില്ല. അതേസമയം AICC ലിസ്റ്റിലുണ്ടായിരുന്ന എ ഗ്രൂപ്പുകാരിയായ ഉദയ സുകുമാരനെ ഒഴിവാക്കി BM ഗ്രൂപ്പുകാരനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് ഉദയ സുകുമാരനെ മത്സരിപ്പിക്കാൻ എ ഗ്രൂപ്പും തീരുമാനിച്ചതായി സൂചനയുണ്ട്. INTUCയും കൊല്ലം മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചേക്കും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ AI ഗ്രൂപ്പിന്റെ വെല്ലുവിളി. കൊല്ലത്ത് നടത്താനിരുന്ന UDF കൺവെൻഷൻ മാറ്റിവെച്ചു. AI ഗ്രൂപ്പുകൾ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വിശദാംശങ്ങൾ. സൗമ്യ, ഇന്ന് UDF കൺവെൻഷൻ ജില്ലയിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് ഇരവിപുരം മണ്ഡലത്തിൽ UDF കൺവെൻഷൻ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. അതേസമയം കൊല്ലത്തും കൺവെൻഷൻ തീരുമാനിച്ചിരുന്നതാണ്. കൊല്ലം അഞ്ചാലുമൂട് അഞ്ജു ഓഡിറ്റോറിയത്തിൽ ഇതിനുവേണ്ടി ഹാളും ബുക്ക് ചെയ്തിരുന്നു. അവസാന നിമിഷം, അതായത് ഇന്നലെ ഐ ഗ്രൂപ്പുകാരാണ് അവിടെ ബുക്ക് ചെയ്തിരുന്നത്. അതേ ഐ ഗ്രൂപ്പ് നേതാക്കന്മാരും പ്രവർത്തകരും ഹാളിന്റെ ബുക്ക് ചെയ്തിരുന്നത് ക്യാൻസൽ ചെയ്തിട്ട് തങ്ങൾ പങ്കെടുക്കില്ല എന്ന പ്രതിഷേധം ജില്ലാ നേതൃത്വത്തെ UDF നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത് മാറ്റിവെച്ചിരിക്കുന്നത്. അവര് ഒപ്പം തന്നെ ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി പുന്തലമോഹനെയും അതുപോലെ എ ഗ്രൂപ്പും കടുത്ത പ്രതിഷേധമായി രംഗത്തുണ്ട്. അവർ ഉദയ സുകുമാരനെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ ഇപ്പോൾ ആലോചന നടത്തിയിരിക്കുന്നത്. ഇതൊരു ഒരുപക്ഷെ നോമിനേഷൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ പിൻവലിക്കുന്നത് വരെ സമയമുള്ളതിനാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരം പ്രവചനങ്ങളൊന്നും നിൽക്കുന്നില്ലെങ്കിൽ പോലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് VM സുധീറിനെതിരെയും VM സുധീറിന്റെ സ്ഥാനാർത്ഥിക്കെതിരെയും വലിയ പ്രതിഷേധമുണ്ട്. വ്യക്തിപരമായി തന്നെ VM സുധീറിന്റെ സ്വാധീനം ഉപയോഗിച്ച് കൊല്ലം സ്ഥാനാർത്ഥി പല നേതാക്കന്മാരെയും യുവാക്കളെ മുഴുവനും മുകളിലേക്ക് ഉയർന്നു വരുന്ന സ്ഥാനങ്ങൾക്ക് വരേണ്ടവരെ മുഴുവനും വെട്ടിനിർത്തി എന്നുള്ള ഒരു ആശയവും പരാതിയാണ് പ്രത്യേകിച്ച് കൊല്ലം DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് ഈ പരാതി അവർ ഉന്നയിച്ചിട്ടുള്ളത്. നിരവധി തവണ ഇത് സംബന്ധിച്ച പരാതി രേഖ നൽകിയെങ്കിലും ഇത് പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം KPCC നേതൃത്വം തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് ഇലക്ഷൻ സമയം നോക്കി തന്നെ AI ഗ്രൂപ്പുകൾ ശക്തമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. PT തോമസിനെതിരെ തൃക്കാക്കരയിൽ ചുവരെഴുത്ത്. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ചുവരെഴുത്തിന് താഴെ PT വേണ്ട എന്ന കരികൊണ്ട് എഴുതിയിരിക്കുന്നു. പാർട്ടി ചിഹ്നവും കരികൊണ്ട് മായ്ച്ചിട്ടുണ്ട്. തൃക്കാക്കര നഗരസഭയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെയാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ചുവരെഴുത്തിന്റെ ഉറവിടം വ്യക്തമല്ല. തൃക്കാക്കരയിൽ ബെന്നി ബെഹനാന് പകരം PT തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ PT തോമസിനെതിരെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. LDF യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. AKG സെന്ററിലാണ് യോഗം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുകയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, എപ്പോഴാണ് യോഗം? മറ്റു വിവരങ്ങളും. സമയ 11 മണിക്ക് LDF യോഗം AKG സെന്ററിൽ ആരംഭിക്കും. പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. നേരത്തെ ഉപസമിതി പ്രകടന പത്രികയ്ക്ക് കരട് രൂപം തയ്യാറാക്കിയിരുന്നു. ഈ കരട് രൂപത്തിന് അന്തിമ രൂപം നൽകുകയാണ് ഇന്നത്തെ യോഗത്തിന്റെ ലക്ഷ്യം. ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടാവും പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകുക. ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാവും പ്രകടന പത്രിക തയ്യാറാക്കുക. പ്രധാനമായും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പ്രകടന പത്രികയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വീടില്ലാത്തവർക്ക്
സമ്പൂർണ്ണമായ പാർപ്പിട പദ്ധതിക്കുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുമുള്ള സത്വര നടപടികൾ സ്വീകരിക്കുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും. അതോടൊപ്പം തകർച്ച നേരിടുന്ന വ്യാവസായിക മേഖലയ്ക്ക് കരുത്തേകാനുള്ള പ്രത്യേക പദ്ധതികൾ സംബന്ധിച്ച് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും. പരമ്പരാഗത വ്യവസായ മേഖലകളുടെ സംരക്ഷണവും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പദ്ധതികളും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം യുവജനങ്ങൾക്കും യുവതികൾക്കും പ്രത്യേകം പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രികയായിരിക്കും LDF തയ്യാറാക്കുക. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം, സമ്പൂർണ്ണമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാകും ഇന്ന് തയ്യാറാക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രകടന പത്രിക പുറത്തിറക്കാനാണ് LDF ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം പൂർത്തിയായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും. ഇപ്പോൾ നിയോജക മണ്ഡലം കൺവെൻഷനുകൾ ചേർന്ന് വരികയാണ് LDFന്റെ. തുടർന്ന് നേതാക്കളുടെ പ്രചരണ പരിപാടികൾ ഉൾപ്പെടെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്യും. സൗമ്യ. ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. വേറിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി LDF. എറണാകുളം നിയമസഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് തുടക്കം. MK സാനു മാസ്റ്റർ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ്, അമൽ നീരത്, ബിജിപാൽ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് M. അനിൽകുമാറാണ് എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. തിരഞ്ഞെടുപ്പ് ആവേശം മുറുകിക്കയറുമ്പോൾ പ്രചരണങ്ങൾ കൊഴുപ്പിക്കണം. എന്നാൽ ഇത്ര വ്യത്യസ്തവും അർത്ഥവത്തോടെയും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിട്ടില്ല. കൊടും ചൂടിൽ കേരളം വെന്തുരുകുമ്പോൾ ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എറണാകുളം നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. മാവ്, മാംഗോസ്റ്റിൻ, കശുമാവ്, പേര, പ്ലാവ് തുടങ്ങിയ വൃക്ഷത്തൈകളാണ് നട്ടത്. പ്രൊഫസർ MK സാനു മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ നിരീക്ഷണത്തിൽ ഇത്രയും അധപ്പതിച്ച ഒരു ഭരണം നാളിതുവരെ കേരളം കണ്ടിട്ടില്ല. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധമന്മാരെ കൊണ്ട് നിറയുകയും ലോകത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അധാർമികമായ കൃത്യങ്ങൾ അവിടെ പരസ്യമാകുകയും ചെയ്ത സാഹചര്യത്തിൽ നമുക്ക് ധാർമ്മികമായ ഒരു നിലപാട് ഏറ്റെടുത്തേ തീരൂ. ജൈവ പച്ചക്കറി കൃഷിയും ഫലവൃക്ഷങ്ങൾ നടന്നതുമെല്ലാം ജനപക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കൂടിയാണെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന്റെ തന്നെ മുൻകൈയോടെയും ജനകീയ പങ്കാളിത്തത്തോടെയും നടപ്പിലാക്കാൻ കഴിയും. എറണാകുളത്തെ LDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് M. അനിൽകുമാറിന് വേണ്ടി വോട്ട് ചോദിക്കാനെത്തിയ ചലച്ചിത്ര സംവിധായകൻ അമൽ നീരത് മഹാരാജാസിലെ തന്റെ SFI കാലഘട്ടത്തെ ഓർത്തെടുത്തു. നാട്ടുകാർ വെയിലുകൊണ്ടതിന്റെ ഫലം കൊള്ളക്കാർ ധൂർത്തടിച്ച 5 വർഷമാണ് കടന്നുപോയതെന്ന് സംഗീത സംവിധായകൻ ബിജിപാൽ പറഞ്ഞു. ഉദയൻ, NJ ജേക്കബ്, പൂർണിമ നാരായണൻ, ഉഷ പ്രവീൺ, MK രാധാകൃഷ്ണൻ, PN സീനുലാൽ തുടങ്ങിയ നിരവധി പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. കോഴിക്കോട് ജില്ലയിൽ LDF മണ്ഡലം കൺവെൻഷന് ആവേശകരമായ തുടക്കം. എലത്തൂർ നിയോജക മണ്ഡലം LDF കൺവെൻഷനോടെയാണ് മണ്ഡലം കൺവെൻഷനുകൾ ആരംഭിച്ചത്. ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഈ ആഴ്ച നടക്കും. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയതിനാൽ LDF സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. തൊഴിലാളി മേഖലകളിൽ ആദ്യമെത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച എലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ആദ്യഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായി വോട്ടഭ്യർത്ഥനയുമായി എത്തി. കക്കോടിയിൽ CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത LDF എലത്തൂർ മണ്ഡലം കൺവെൻഷനിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് കഴിഞ്ഞ 5 വർഷക്കാലമായി സജീവമായി പ്രവർത്തിച്ചതിനാൽ ഇത്തവണയും LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ ഭൂരിപക്ഷത്തോടെ വോട്ടർമാർ തന്നെ വിജയിപ്പിക്കുമെന്ന് AK ശശീന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം ഈ പ്രദേശത്തെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ നാട്ടുകാരിൽ ഒരാളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഞാനും ജനങ്ങളും രണ്ടും തമ്മിലുള്ള വല്ലാത്തൊരു ആത്മബന്ധമാണ് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ LDFന് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പകർന്നു തന്നിട്ടുള്ളത്. ചേളന്നൂർ പഞ്ചായത്തിലെ ചെറുകിട വ്യവസായ യൂണിറ്റുകളിലും ഖാദി നെയ്ത്ത് കേന്ദ്രങ്ങളിലുമായിരുന്നു AK ശശീന്ദ്രന്റെ തിങ്കളാഴ്ചത്തെ പ്രചാരണം. കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, കൊയിലാണ്ടി മണ്ഡലങ്ങളിലെ LDF കൺവെൻഷനുകൾ ചൊവ്വാഴ്ച നടക്കും. 13 മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തീകരിച്ച ശേഷം ഈ മാസം 12-നകം പഞ്ചായത്ത് ലോക്കൽ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കണ്ണൂർ ഇരിക്കൂർ മണ്ഡലത്തിൽ കെ.സി. ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അണികൾ തുറന്ന പോരിലേക്ക്. കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച അബ്ദുൽ ഖാദർ കെ.സി. ജോസഫിനെതിരെ മത്സരരംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. കണ്ണൂർ മണ്ഡലത്തിൽ സതീശൻ പാച്ചേനിക്കെതിരെ ലീഗ് അണികൾ നടത്തിയ പോസ്റ്റർ പ്രചരണവും യു.ഡി.എഫിനെ സീറ്റ് മണ്ഡലം വിട്ടുപോകുമോ എന്ന ആശങ്കയിലാഴ്ത്തുകയാണ്. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് പാളയങ്ങളിൽ നിന്ന് തന്നെ പ്രതിഷേധ ശബ്ദം ഉയർന്നു തുടങ്ങി. ഇരിക്കൂറിൽ 35 വർഷം MLA-യും കഴിഞ്ഞ തവണ മന്ത്രിയുമായ കെ.സി. ജോസഫിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ കെ.സി. ജോസഫിന്റെ കോലം കത്തിച്ച് ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഖാദറിന്റെ രാജിയിലേക്കും ഒപ്പം കോൺഗ്രസിനെതിരെയുള്ള സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വരെയും എത്തിയിരിക്കുന്നു. വികസന വിരുദ്ധൻ എന്ന ആക്ഷേപമാണ് കെ.സി. ജോസഫിനെതിരെയുള്ള പ്രധാന ആയുധവും. എൻ്റെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇത്രയും കാലം 35 വർഷം ഈ നാട് പിന്നോട്ടടിച്ചത് കണ്ടു സഹിക്കാൻ പറ്റാത്ത ജനതയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ ഈ പ്രാവശ്യം ഇരിക്കൂറിൽ നോമിനേഷൻ കൊടുക്കും. നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഇദ്ദേഹത്തിനെ കോട്ടയത്ത് മത്സരിപ്പിക്കാൻ പറ്റില്ല? സ്വന്തം നാട്ടിൽ പിന്തുണയില്ലാത്ത ആൾക്ക് എന്ത് ഗ്രാഫ്? സ്വന്തം നാട്ടിലാണല്ലോ പിന്തുണ വേണ്ടത്. സ്വന്തം നാട്ടിൽ പിന്തുണയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കെ.സി. ജോസഫിനെ ഈ കണ്ണൂർ ജില്ലയിലേക്ക് കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നത്. കണ്ണൂർ മണ്ഡലത്തിൽ AP അബ്ദുള്ളക്കുട്ടിയെ മാറ്റി സതീശൻ പാച്ചേനി K. സുധാകരന്റെ നോമിനിയായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത് ലീഗ് അണികളിലും A ഗ്രൂപ്പിലും ഉണ്ടാക്കിയ അമർഷം ചെറുതല്ല. ജന്മന ജയിക്കാൻ ജനിച്ചവനെ മാറ്റി ജന്മന തോൽക്കാൻ ജനിച്ചവനെ എന്തിന് സുധാകര സ്ഥാനാർത്ഥിയാക്കി തുടങ്ങി ലീഗ് അണികൾ പോസ്റ്റർ പതിച്ചതും UDF-ന്റെ കണ്ണൂർ മണ്ഡലത്തിലെ അടിത്തറയിളകുന്നതിന്റെ ലക്ഷണങ്ങളായാണ് വിലയിരുത്തപ്പെടുന്നത്. സിറ്റിംഗ് സീറ്റുകളായ കണ്ണൂർ ഇരിക്കൂർ മണ്ഡലങ്ങളിൽ അണികളിൽ നിന്നുയരുന്ന ഈ പ്രതിഷേധം നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുകയാണ്. 35 വർഷങ്ങൾക്കു ശേഷം സുരക്ഷിത മണ്ഡലമെന്ന് കരുതിയ ഇരിക്കൂറിലും കെ.സി. ജോസഫിനെതിരെ എതിർ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് തന്നെ എതിർ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇരിക്കൂറിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഇരിക്കൂറിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. സിറ്റിംഗ് MLA-മാരെ നിലനിർത്തിയത് കൂടാതെ 3 പുതുമുഖങ്ങൾക്കും പട്ടികയിൽ സ്ഥാനം നൽകിയിട്ടുണ്ട്. സിറ്റിംഗ് MLA-മാരെ നിലനിർത്തിയും 3 പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയുമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. പൂഞ്ഞാറിൽ ജോർജ് കുട്ടി അഗസ്തി, തളിപ്പറമ്പിൽ രാജേഷ് നമ്പ്യാർ, കുട്ടനാട്ടിൽ ജേക്കബ് എബ്രഹാം എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ച പുതുമുഖങ്ങൾ. അതേസമയം യൂത്ത് ഫ്രണ്ട് നേതാക്കൾക്കും വനിതകൾക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നൽകിയിട്ടില്ല. ചങ്ങനാശ്ശേരി സീറ്റിൽ ഏറെ പ്രതീക്ഷ പുലർത്തിയിരുന്ന ജോബ് മൈക്കിളിനെ പാർട്ടി നേതൃത്വം പരിഗണിച്ചില്ല. പകരം സിറ്റിംഗ് MLA-യും പാർട്ടി ഡെപ്യൂട്ടി ലീഡറുമായ CF തോമസിന് ഇക്കുറിയും മത്സരിക്കാൻ അവസരം നൽകി. ഏറ്റുമാനൂരിൽ തോമസ് ചാഴിക്കാടൻ, ആലത്തൂരിൽ K. കുശലകുമാർ, പേരാമ്പ്രയിൽ മുഹമ്മദ് ഇക്ബാൽ എന്നിവർ ഇത്തവണയും മത്സരിക്കും. കഴിഞ്ഞ തവണ ഈ സീറ്റുകളിൽ പരാജയപ്പെട്ടവരാണിവർ. പാലായിൽ KM മണി, തൊടുപുഴയിൽ PJ ജോസഫ്, കോതമംഗലത്ത് TU കുരുവിള, കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ്, ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, തിരുവല്ലയിൽ ജോസഫും പുതുശ്ശേരി, കാഞ്ഞിരപ്പള്ളിയിൽ Dr. N. ജയരാജ് എന്നിവരാണ് കേരള കോൺഗ്രസ് എമ്മിനു വേണ്ടി മത്സരരംഗത്ത് ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യങ്ങൾ തുടരുകയാണ്. ഒറ്റപ്പാലം സ്ഥാനാർത്ഥിക്കെതിരെ ശ്രീകൃഷ്ണപുരത്ത് വിമത കൺവെൻഷൻ. കോങ്ങോട് സ്ഥാനാർത്ഥിയായി എത്തിയ പന്തളം സുധാകരനെതിരെ ജില്ലയിലെ I ഗ്രൂപ്പിൽ അമർഷം പുകയുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൽ അതൃപ്തിയും പ്രതിഷേധവും തുടരുകയാണ്. ഒറ്റപ്പാലം സ്ഥാനാർത്ഥിയെ രംഗത്ത് വന്ന ശാന്ത ജയറാമിനെതിരെ ശ്രീകൃഷ്ണപുരത്ത് ഗ്രൂപ്പ് മറന്ന് അസംതൃപ്തർ വിമത കൺവെൻഷൻ വിളിച്ചുയർത്തു. കഴിഞ്ഞ തവണ ഷൊർണൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട ശാന്ത ജയറാമിനെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണിവർ. ഇവർ സ്ഥാനാർത്ഥിയായി എത്തിയത് ജില്ലാ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണെന്ന വിമർശനവും യോഗത്തിലുണ്ടായി. I ഗ്രൂപ്പ് നേതാവ് പന്തളം സുധാകരൻ കോങ്ങാടാണ് മത്സരിക്കുന്നത്. ജില്ലാ I ഗ്രൂപ്പ് നേതൃത്വം നൽകിയ പേരുകൾ വെട്ടിയുള്ള പന്തളത്തിൻ്റെ വരവ് പൂർണ്ണ മനസ്സോടെയല്ല ഗ്രൂപ്പ് അംഗീകരിച്ചത്. മുതിർന്ന I ഗ്രൂപ്പ് നേതാക്കളാരും പന്തളത്തെ സ്വീകരിക്കാൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതുമില്ല. എന്നാൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ എല്ലാവരും അംഗീകരിക്കുമെന്ന് പന്തളം സുധാകരൻ വ്യക്തമാക്കി. ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിൽ നിന്നോ പുറത്തു നിന്നോ സ്ഥാനാർത്ഥി എന്നുള്ള പ്രശ്നമില്ല. ഒറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ. ശ്രീമതി സോണിയാഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ. അവരാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ. മലമ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥിയും KSU സംസ്ഥാന പ്രസിഡന്റുമായ VS ജോയിക്കെതിരെ മണ്ഡലത്തിലും പാലക്കാട്ടും വ്യാപകമായി പോസ്റ്ററുകൾ വന്നതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെക്കുമെന്ന വാർത്ത വന്നിരുന്നെങ്കിലും അതുണ്ടായില്ല. മലമ്പുഴയിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസിൽ അഭിപ്രായമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാലിനു പരിക്കേറ്റ V. ശിവൻകുട്ടി നേമമണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച വിശ്രമത്തെ അവഗണിച്ച് വീൽചെയറിലാണ് ശിവൻകുട്ടി മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചത്.
രാവിലെ തന്നെ വീൽചെയറിലെത്തിയ സ്ഥാനാർത്ഥിയെ കണ്ട് നേമം മണ്ഡലത്തിലെ വോട്ടർമാർ ഒന്നമ്പരന്നു. കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഒരാഴ്ചയായി പൂർണ്ണ വിശ്രമത്തിലായിരുന്നു വി ശിവൻകുട്ടി. എന്നാൽ ഡോക്ടർമാർ നിർദ്ദേശിച്ച 21 ദിവസത്തെ വിശ്രമം അവഗണിച്ചാണ് അദ്ദേഹം വീൽചെയറിൽ മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഴിമതിക്കും അനീതിക്കും അനന്തപുരിയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ സഖാവ് വി ശിവൻകുട്ടി ഇതാ ഈ നാടിന്റെ അനുഗ്രഹാശീർവാദങ്ങൾ ഏറ്റുവാങ്ങുവാൻ 2 ലിഗമെന്റിന് പൊട്ടലുള്ളതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ട് വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. എന്നാൽ വിശ്രമം തുടരുകയാണെങ്കിൽ എല്ലാ വോട്ടർമാരെയും നേരിൽ കാണാൻ കഴിയില്ലെന്നും അതുകൊണ്ടാണ് താൻ വീൽചെയറിൽ പ്രചരണം ആരംഭിച്ചതെന്നും ശിവൻകുട്ടി പറഞ്ഞു. എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. എന്റെ വേദന സഹിച്ചുകൊണ്ടും എനിക്ക് പരമാവധി ആൾക്കാരെ ഞാൻ വീൽ ചെയറിലിരുന്ന് കാണാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇന്നു മുതൽ എൻ്റെ സഖാക്കളോടൊപ്പം ഞാൻ ശ്രമം നടത്തുന്നത്. നല്ല രൂപത്തിലുള്ള പ്രതികരണമാണ്. പലരുമെന്ന് പറയുന്നുണ്ട്, MLA ഇത്രയും പ്രയാസപ്പെട്ട് വരേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ മനസാക്ഷി അത് അനുവദിക്കുന്നില്ല. ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജനങ്ങളോട് നേരിൽ കണ്ട് വോട്ട് അപേക്ഷിക്കുക എന്നത് എൻ്റെ കടമയും എൻ്റെ കർത്തവ്യവുമാണ്. നേമം മണ്ഡലത്തിലെ 15ഓളം കേന്ദ്രങ്ങളിലാണ് അനാരോഗ്യം അവഗണിച്ച് സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് MLA വി ശിവൻകുട്ടി വീൽചെയറിൽ ആദ്യ ദിനം പര്യടനം നടത്തിയത്. കഴിഞ്ഞ 2 തവണ തന്നെ പിന്തുണച്ച നേമത്തെ വോട്ടർമാർ ഇത്തവണയും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. റിസർവ് ബാങ്കിന്റെ വായ്പാ നയം ഇന്ന് പ്രഖ്യാപിക്കും. നിർണായക പലിശ നിരക്കിൽ 0.5%, 0.5% കുറവ് വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് ബിസിനസ് ലോകം. വിലക്കയറ്റം കുറഞ്ഞതും അമേരിക്ക ഉടനെ പലിശ കൂട്ടില്ല എന്ന നിലപാടും പലിശ നിരക്ക് കുറയ്ക്കാൻ അനുകൂല സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 4 തവണയായി റിപ്പോ നിരക്ക് 1.25% കുറച്ച് 6.75%. പത്താം ക്ലാസ്സുകാരിയായ ദളിത് പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 7 പേർ അറസ്റ്റിലായി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ 3 മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിലെ പ്രതികളെ കല്ലമ്പലം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ആറ്റിങ്ങൽ അയിരൂർ സ്വദേശി 25-കാരനായ അനൂപ് ഷാ അയൽവാസിയായ ദളിത് പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശത്താക്കിയ ശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് അനൂപ് ഷാ വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തി സുഹൃത്തുക്കൾക്കും കാഴ്ചവെച്ചു. അത്തരത്തിൽ 15-ലധികം പേർ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായാണ് പോലീസ് പറയുന്നത്. പീഡന വിവരം പെൺകുട്ടി ആദ്യം മറച്ചുവെച്ചുവെങ്കിലും പിന്നീട് സംഭവത്തെക്കുറിച്ച് സഹപാഠികളോട് പറയുകയായിരുന്നു. സഹപാഠികൾ സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒടുവിൽ സ്കൂൾ അധികാരികൾ സംഭവം പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് 3 മാസത്തിന് ശേഷമാണ് പ്രതികളായ 7 പേരെ അറസ്റ്റ് ചെയ്തത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ പല സ്ഥലങ്ങളിലും കൊണ്ട് ലൈംഗികമായി യൂസ് ചെയ്യുകയും കാഴ്ചവെക്കുകയും പല ആളുകൾക്കും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്തൊരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്തത്. 10ാം ക്ലാസ്സുകാരിയായ ഈ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതികളായ 7 പേരെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനും തെളിവെടുപ്പിനുമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.